തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനത്തിന് റോഡിൽ സ്റ്റേജ് കെട്ടിയതിനെ ന്യായീകരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഗ്രൗണ്ട് കിട്ടാത്തത് കൊണ്ടാണ് റോഡ് വക്കിൽ സ്റ്റേജ് കെട്ടിയത്. അപ്പോഴേക്കും കോടതിയിൽ പോയി. അല്ലെങ്കിൽ നാട്ടിൽ ട്രാഫിക് ജാമില്ലേ എന്നും വിജയരാഘവൻ ചോദിച്ചു. ആദിമ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കണ്ടുവരാം. മൈതാനം കിട്ടിയില്ല, അപ്പോൾ റോട്ടക്കിൽ ഒരു പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ, അയ്യോ റോട്ടക്കിൽ മാർക്സിസ്റ്റ് പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി, കുടുങ്ങിയില്ലേ മനുഷ്യൻ? ഏതോ റോട്ടേക്കിൽ സ്റ്റേജ് കെട്ടിയാൽ തുടങ്ങിയില്ലേ? അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക്. എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക? എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ് വലിയ പബ്ലിസിറ്റി കിട്ടും. എന്തൊരു ട്രാഫിക് ജാം! അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടല്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിൽ നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം എന്ത്? ഞാൻ ഇതിലെ പോകുന്നുണ്ട്, ഞാൻ ഇടയ്ക്കാണല്ലോ. 10 മനുഷ്യൻ പോകുമ്പോൾ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോരെ എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാർ വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല, ആരും ചോദിക്കില്ലല്ലോ. എന്നാൽ ഇത്ര വലിയ കാർ വേണോ? അത് വേണം. എന്നാൽ ഒരു കുഞ്ഞു കാർ പോയപ്പോരെ. പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവല്ലേ? 25 കാർ ഇങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മനസ്സിലായി? ആ കാറിലാരാ? CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലായിരുന്നു വിജയരാഘവന്റെ വിവാദ പരാമർശം. റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനെതിരായ വിമർശനങ്ങളെ പരിഹസിച്ചുകൊണ്ടായിരുന്നു വിജയരാഘവൻ പ്രസംഗം തുടർന്നത്. 10 മനുഷ്യർ പോകാൻ ഇത്ര സ്ഥലം പോരെ? എല്ലാവരും കാറിൽ പോണോ? പണ്ട് നമ്മൾ നടന്നിട്ടില്ലേ? ഇത്ര വലിയ കാറ് വേണോ? ഒരു കുഞ്ഞിക്കാറിൽ പോയാൽ പോരെ? ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയും സ്ഥലം പോവുകയല്ലേ എന്നൊക്കെയായിരുന്നു പരാമർശങ്ങൾ. ഇവർ ഏറ്റവും വലിയ കാറിൽ പോകുമ്പോൾ അത്രയും സ്ഥലം പോകുമല്ലേ? 25 കാറ് കിടക്കുമ്പോൾ ആലോചിക്കേണ്ടത് 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആള് കിടക്കുന്നു എന്നാണ്. ഞായറാഴ്ച തിരക്ക് കൂടുതലാണ്. അമ്മായി അമ്മേനെ കാണാൻ പോവുകയാണ്. വർത്തമാനം പറയാനും സല്ലപിക്കാനുമാണ് പലരും പോകുന്നത്. അത്യാവശ്യക്കാർ കുറവായിരിക്കും. കാറിൽ പോകുന്നതിന് ഞാൻ എതിരല്ല. എന്നാൽ പാവപ്പെട്ടവന് സമ്മേളനം നടത്താനും കുറച്ച് സ്ഥലം അനുവദിച്ചു തരണമെന്ന് വിജയരാഘവൻ പരിഹസിച്ചു പറഞ്ഞു. അമ്മായി അമ്മയെ കാണാൻ സല്ലപിച്ച് മെല്ലെ ഉരുട്ടി കാറിൽ പോകുന്നവരാണ് പൊതുയോഗത്തിനെതിരെ രംഗത്ത് വരുന്നത്. കാറുള്ളവൻ കാറിൽ പോകുന്നത് പോലെ പാവങ്ങൾക്ക് ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ച് തരണമെന്നും വിജയരാഘവൻ പ്രസംഗത്തിൽ പറഞ്ഞു. വഞ്ചിയൂരിൽ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി CPM ഏരിയ സമ്മേളനം നടത്തിയതിന് പോലീസ് കേസെടുത്തിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം പ്രതികളാകുമെന്നും ആ ഘട്ടത്തിൽ വിവരമുണ്ടായിരുന്നു. സമ്മേളനത്തിനായി സ്ഥാപിച്ച സ്റ്റേജിലുണ്ടായിരുന്ന നേതാക്കൾക്കെതിരെ കേസെടുക്കാത്തത് എന്ത് എന്ന് ഹൈക്കോടതി ആരാഞ്ഞ സാഹചര്യത്തിലായിരുന്നു പോലീസിന്റെ ഇടപെടലുണ്ടായത്. റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിനും പ്രകടനം നടത്തിയതിനുമാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി റോഡിന്റെ ഒരു വശം പൂർണ്ണമായി കെട്ടിയടച്ചായിരുന്നു സമ്മേളന വേദി ഒരുക്കിയത്. ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുസമ്മേളനങ്ങൾ പാടില്ല എന്ന കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് തിരുവനന്തപുരം ജില്ലാ കോടതിക്ക് മുന്നിൽ തന്നെ റോഡ് തടഞ്ഞ് പാർട്ടി സമ്മേളനം നടത്തിയത്. പൊതുജനങ്ങളിലെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞതിനാണ് കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. എന്തായാലും വിജയരാഘവന്റെ ഈ ഒരു പ്രസംഗം ഇനിയും വിവാദമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ചില പരിഹാസങ്ങളും പരാമർശങ്ങളും തന്നെയാണ് ഒരു നിയമലംഘനം നടത്തിയതിന് പിന്നാലെ അതിന് തുടർന്നുണ്ടായ ചില വിമർശനങ്ങളെ നേരിട്ട രീതിയുമൊക്കെ എന്തായാലും വരും സമയങ്ങളിലും വലിയ വിവാദമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.